അനങ്ങുന്നില്ല ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അനക്കമില്ല. ഭാര്യ വാതിൽ തുറന്ന് ഓടുകയാ. വാതിൽ തുറന്ന് ഓടുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ. റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. റബ്ബേ, ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങും മാറ്റുമ്പോ ഫാത്തിമ പോലും ചോദിക്കുന്നു, എന്തൊരു വെളിച്ചമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പുഞ്ചിരിയാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മുഖം കണ്ടപ്പോ ഫാത്തിമ പോലും അവിടെ നിന്ന് പറഞ്ഞ വാക്കാടോ നാട് മുഴുവനും അറിയുകയാണ്, നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവര് മുഴുവനും പറയുന്നു, എന്തൊരു മരണമാണ് റബ്ബേ, ഉറങ്ങുകയാണ് റബ്ബേ. അവിടുന്ന് ജനാസ കുളിപ്പിക്കുകയാണ്, അവിടുന്ന് കഫം പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. എല്ലാവരും കൂടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ ഖബറടക്കി. എല്ലാവരും പടച്ചവര് സാധാരണ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് ഖബറടക്കാൻ വന്നവര് പോകുന്നില്ല. അവര് കബറടക്കി കഴിഞ്ഞിട്ട് പോകുന്നില്ല. എല്ലാവരും കൂടി നിൽക്കുകയാണ്. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂദി, ഷഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും നിസ്കരിച്ചവരും മയ്യത്ത് ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണെന്ന്. എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണം കിട്ടാറ്? എന്ത് നന്മ ചെയ്തിട്ടാണ് പടച്ചവര്? എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്.